ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഞാനിന്നൊരു സിനിമ കാണാൻ പോകുന്നത് കേട്ടോ. സിനിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ അല്ലു അർജുൻ്റെ ഹാപ്പി ദ ബി ഹാപ്പി റീ റിലീസ് ചെയ്ത് എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ, അത് കാണാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ 90s കിഡ്സിനൊക്കെ അത് പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ഒരുപാട് സിനിമകൾ ഇപ്പോൾ റീ റിലീസ് ആയിട്ട് ഞാൻ ഒന്നും കാണാൻ പോയിട്ടില്ല. എന്തായാലും ഈ സിനിമ എനിക്ക് മിസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ഞാൻ പോകുന്നുണ്ട്. ഞാൻ മാത്രമേ പോകുന്നുള്ളൂ. ഒന്നാമത്തെ കാര്യം രുദ്ര ഇരിക്കത്തില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരിക്കും, നല്ല ബഹളവും പാട്ടും ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് അറിയാമല്ലോ, ഒരുപ്പെട്ട ആളുകൾക്ക് അറിയാം. അതുകൊണ്ട് മെയിനായിട്ട് അതുകൊണ്ട് അവരൊക്കെ ഞാൻ കൊണ്ടുപോകുന്നില്ല, ഞാൻ മാത്രമേ പോകുന്നത്. എന്നാലും എനിക്ക് നല്ല രീതിക്കൊന്ന് സെറ്റാക്കിയിട്ട് വരാം. അവിടുത്തെ കാഴ്ചകളും കാണിച്ചു തരാം. ഞാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ പാരിപ്പള്ളി രേവതി സിനിമാക്സിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. അപ്പോൾ ശരി, എന്നാൽ തിയേറ്ററിൽ പോയിട്ട് കാണാം. അപ്പോൾ ഞാൻ തിയേറ്ററിൽ എത്തിയേട്ടാ. കറക്റ്റ് ടൈമിലാണ് തിരിക്കുന്നത്. ഇനി 2 മിനിറ്റ് കൂടെ ഉള്ളൂ. പെട്ടെന്ന് അകത്തോട്ട് കയറാം. ഓൺലൈനിലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ടിക്കറ്റ് എടുക്കാൻ നിൽക്കേണ്ട, പെട്ടെന്ന് പോകാം. ഓക്കെ, വണ്ടി ഞാൻ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഹലോ, അപ്പോൾ ഞാൻ വീട്ടിൽ വന്നു കേട്ടാ. ഫുൾ എനർജി എന്ന് പറഞ്ഞാൽ ഫുൾ എനർജി ആയിട്ടാണ്. ഹാപ്പി ദി ഹാപ്പി സൂപ്പർ എന്ന് പറഞ്ഞാൽ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. സെറ്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അല്ലു അർജുൻ്റെ ആ സ്ക്രീൻ പ്രസൻസ് ഒന്നും പറയാല്ല, വേറെ ലെവൽ. ആ സിനിമ ഞാൻ എത്ര തവണ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് ഒരു എണ്ണവും ഇല്ല. ഇഷ്ടം പോലെ തവണ കണ്ടിട്ടുണ്ട്. ഞാൻ പുള്ളിയുടെ ഫാൻ കൂടിയാണ് കേട്ടോ. എനിക്ക് എന്താണ് ആര്യ മുതലുള്ള സിനിമകൾ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം 90s കിഡ്സിൻ്റെ കാര്യം. സംഭവം ഞാൻ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. കുഞ്ഞുനാളിൽ ഇറങ്ങിയ സമയത്ത് തിയേറ്ററിൽ പോയി കണ്ട പടമല്ല. അതായത് ആര്യ, ഹാപ്പി, ഹീറോ, ബണ്ണി ഇതൊന്നും തിയേറ്ററിൽ പോയി കണ്ട സിനിമയല്ല. നമ്മളല്ലാതെ VCD ഒക്കെ ഇറങ്ങി കണ്ട സിനിമയാണ്. അത് ഈ പറഞ്ഞ പോലെ തന്നെ എത്ര തവണ കണ്ടെന്ന് ഒരു പിടുത്തവുമില്ല. ആ സിനിമ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ ആദ്യമായിട്ട് കാണുന്നൊരു ഫീലായിരുന്നു കേട്ടോ. അമ്മാതിരി സാധനം എന്ന് പറഞ്ഞാൽ കിടിലം വൈബ്. അതിലോരോ പാട്ട്, മറ്റേ ചിരിച്ചു കൊഞ്ചുന്ന വണ്ട്, ആ പാട്ട് തുടങ്ങിയ സമയത്ത് ഞാനത് സ്ക്രീനിൽ കണ്ടില്ല സത്യത്തിൽ. എന്ന് പറഞ്ഞാൽ തിയേറ്റർ ഇളവി എന്ന് പറഞ്ഞാൽ എല്ലാവരും നല്ല വൈബായിരുന്നു കേട്ടോ. കിടിലം വൈബായിരുന്നു. പിന്നെ വേറൊരു കോമഡി എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് സീരിയസ് ആയിട്ട് കണ്ട പല സീനുകളും ഇപ്പോൾ കുറച്ച് കോമഡി ആയിട്ട് തോന്നുന്നു. അതെന്താണെന്ന് അറിയത്തില്ല. നമ്മളെ DC ക്യാരക്ടറായാലും ലാസ്റ്റ് ക്ലൈമാക്സ് പോർഷനിൽ അല്ലു അർജുൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ അതെന്തോ ഇപ്പോൾ അത് കണ്ടിട്ട് അങ്ങോട്ട് എറിക്കുന്നില്ല. അത് മൊത്തത്തിൽ ഒരു കോമഡി
രീതിയായിപ്പോയി എല്ലാവർക്കും. എനിക്ക് മാത്രമല്ല, തിയേറ്റർ മൊത്തം ഒരു ചിരി പടർത്തിയൊരു സാധനമാണ് ചില സെൻറ്റി സീനുകൾ മാത്രം. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇടയ്ക്ക് വെച്ചിട്ട് ട്രെൻഡിങ് ആയ നമ്മുടെ സൂര്യനാരായണ, അത് എന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ ആ സീനൊക്കെ വന്ന സമയത്തുണ്ടല്ലോ തിയേറ്റർ മൊത്തം ആ രീതിയായിരുന്നു. എന്ന് പറഞ്ഞാൽ നല്ല റിസോർട്ടായിരുന്നു, നല്ല അടിപൊളി വൈബായിരുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരും ഒരുവിധപ്പെട്ട എല്ലാവരും കണ്ട സിനിമയാണിത്, എല്ലാവരും കണ്ടിട്ടുള്ള പടമാണിത്. എന്നാലും ഓരോ കൗണ്ടർ വരുന്ന സമയത്തും എന്ന് പറഞ്ഞാൽ പുതിയ സിനിമ നമ്മൾ കാണുന്ന ഒരു ഫീലോടുകൂടി തന്നെയാണ് എല്ലാവരും ഇരുന്ന് കാണുന്നത്. ആ ഒരു വൈബിലിരുന്ന് കണ്ട സമയത്തെ സെറ്റായിരുന്നത്. അതായത് നമ്മൾ ഹാപ്പി കാണാൻ പോയി അതിനെക്കാട്ടും വലിയ ഹാപ്പി ആയിട്ടാണ് തിരിച്ചിറങ്ങി വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണാത്തവർ പോയി കാണൂ, എന്താണ് തിയേറ്ററിൽ പോയി കാണാത്തവർ പോയി കാണൂ. ഞാൻ 100% ഉറപ്പ് വരുന്നു നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇറങ്ങി വരും. അങ്ങനത്തെ ഒരു വൈബ് സിനിമയാണ് കേട്ടോ. പിന്നെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. പടം സൂപ്പർ, അടിപൊളി, കിടിലം പടം. ആൾ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ എന്താണ്, സുലേ കുഞ്ഞിനെ കൊണ്ടുപോയിരുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു കാര്യം കൊണ്ടാണ്. പക്ഷേ തിയേറ്ററിൽ ഇളക്കി മറിക്കാൻ കൂടുതലും ഉണ്ടായിരുന്നത് ഗേൾസ് ആയിരുന്നു കേട്ടോ. ഗേൾസ് പണ്ടൊക്കെ ആയിരുന്നു ഒതുങ്ങി മൂലയ്ക്ക്, അങ്ങനെ. ഇപ്പം അങ്ങനെയൊന്നുമില്ല, ഇപ്പം പൊളിച്ച് അടിക്കുന്നത് മൊത്തം ഗേൾസായിരുന്നു. പിന്നെന്താണ്, ഇനി ബാക്കിയുള്ള അണ്ണന്മാരെടുത്ത്, അതായത് സിനിമ അണിയറയിൽ പ്രവർത്തിക്കുന്ന അണ്ണന്മാരെടുത്ത് ഇനി വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഹീറോ ദ റിയൽ ഹീറോ അതും കൂടി ഒന്ന് ഇറക്കി വിടേണ്ട അണ്ണന്മാരെ വെയിറ്റിംഗ് ആണ് കേട്ടോ, കട്ട വെയിറ്റിങ്. അതൊക്കെ വന്നാൽ സെറ്റായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ പോയിട്ട് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞെന്നുള്ളൂ. പല ആളുകൾക്കും പല അഭിപ്രായങ്ങളായിരിക്കും, ഇത് എൻ്റെ അഭിപ്രായമാണ്. അപ്പോൾ ഓക്കെ, ബൈ.